യേശുനാഥൻ പറയുന്നുണ്ട്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശു ആണ് യഥാർത്ഥമായ വഴി. യേശുവിലേക്കാണ് ആ വഴി പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യേശുവിൽ നിന്ന് നമ്മളെ വഴിതെറ്റിച്ച് നടത്തുന്ന വ്യക്തി നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാകും. നമ്മളൊരിക്കലും ആ വഴിയെ നടന്നു പോകരുത് എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ കൂടെയുള്ളവർ പറയാം, ഇപ്പോൾ വേണോ പ്രാർത്ഥന? ജപമാല തുടങ്ങുന്ന സമയത്താണ് കുറേയേറെ തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുക, ആരും നിങ്ങൾ വഴിതെറ്റിക്കാതിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഉറക്കം വരുന്നത്. ഈ ഉറക്കം നമ്മളെ വഴിതെറ്റിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്താണ് ഒരു മടി വരുന്നത്. ഇന്ന് പ്രാർത്ഥിക്കണോ? നമ്മൾ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. അതുപോലെ ദേവാലയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ചോദിക്കണേ, ഇന്ന് പോണോ? മഴയാണല്ലോ, ഇനി ബുദ്ധിമുട്ടാകോ? ഞാൻ അവിടെ എത്തോ? ഈ ചിന്ത നമ്മളുള്ളിലേക്ക് ഇങ്ങനെ പിശാചിനിടും. വഴിതെറ്റിക്കാതിരിക്കട്ടെ. ഇങ്ങനെ വഴിതെറ്റിക്കാൻ വേണ്ടി, യേശുവിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി കുറേ പേരുണ്ടാകും. യേശുവിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി നമ്മൾ യേശു എന്ന ചിന്തയിലേക്ക്, യേശു എന്ന വഴിയിലൂടെ നടക്കാൻ, ആ വഴിയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമ്മൾ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്നുള്ളതാണ് യേശുനാഥൻ നമ്മളോട് പറയുന്നത്. അത് നമ്മളുടെ ഒരു ഉറപ്പാണ്. വഴിതെറ്റിക്കാൻ നിരവധി പേരുണ്ടാകും. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്താണ് ഈ മൊബൈൽ ഫോൺ എടുത്തു കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഒരു ഫോൺ വന്നു, നീ പോവുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്ത വരാണ്, അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചിന്ത വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്, അപ്പോഴാണ് ഒരു ചിന്ത വന്നത്, ചേച്ചിയുടെ മോളുടെ കല്യാണമാണല്ലോ, എന്താണ് കൊടുക്കുക? ഇങ്ങനെ ആലോചിച്ച് നിന്നു. അപ്പോഴാണ് കുർബാന സ്വീകരണത്തിന് സമയമായില്ലേ, പോകാം, കുർബാന സ്വീകരിക്കുക. നമ്മളിങ്ങനെയാണ്, നമ്മൾ വഴിതെറ്റിക്കാതിരിക്കുക. നമ്മുടെ ചിന്തകളാകാം, വസ്തുക്കളാകാം, വ്യക്തികളാകാം, അല്ലെങ്കിൽ ഈ പൂക്കളാകാം. ഏതെങ്കിലും സിസ്റ്ററായിരിക്കും ഈ പൂവ് വെച്ചിരിക്കുന്നത്. ആ സിസ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ പൂവിനെ. ഇത് നാളെ ഇതിനേക്കാൾ നല്ല പൂവ് വെച്ചാലോ, ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞ് ഭംഗിയാകാം, അപ്പുറത്ത് വെച്ച് ഭംഗിയാകും. ഇതൊക്കെ വഴിതെറ്റിക്കില്ല. അതാരെയും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്നു, അല്ലാണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നല്ല. നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാകാം. ഇപ്പോൾ പുറകിൽ നിന്ന് ലൈവ് ചെയ്യുന്ന വ്യക്തികളാകാം, അവരിങ്ങനെ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കുർബാന അർപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളങ്ങനെ പ്രലോഭനത്തിൽ പെടുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ പ്രാർത്ഥിക്കാം.